Hi friends, ഇന്നത്തെ ഒരു വീഡിയോ നമ്മളിപ്പം മക്രോണി കേക്ക് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ നമുക്ക് അതിന് സാധനങ്ങൾ നോക്കാം. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്താൽ ഞങ്ങൾ വയ്ക്കുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭ്യമാണ്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലോട്ട് പോവാം. അപ്പോൾ അതിന് മുന്നിൽ സാധനങ്ങൾ നോക്കാം. ഞാനിപ്പോൾ 3 സവാള എടുത്തിട്ടുണ്ട്, കുറച്ച് ചെറുതാണ്. പിന്നെ 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. പച്ചമുളക് അവനവൻ്റെ എരിവിനനുസരിച്ച് എടുക്കാൻ പറ്റും. പിന്നെ ഒരു ഹാഫ് ഓഫ് ക്യാപ്സിക്കാണ് എടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ 2 കറിവേപ്പില, പിന്നെ കുറച്ച് ചപ്പ്, പിന്നെ 2 ടീസ്പൂൺ മൈദ, പിന്നെ ഒരു കപ്പ് നമ്മുടെ വേവിച്ച ചിക്കനാണ്. ഇത് ഞാൻ കൈകൊണ്ട് പിച്ചിട്ടാണ്. നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ മക്രോണി. ഇത് 1 കപ്പ് ഉണ്ടാവും. പിന്നെ 4 മുട്ട വേണം. പിന്നെ മഞ്ഞൾപ്പൊടി വേണം. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് വേണം. പിന്നെ നമുക്ക് വേണ്ടത് കുറച്ച് ഗരം മസാലയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. നമുക്ക് ഈ മക്രോണി ഒന്ന് കുറച്ച് ഉപ്പ് ഇട്ടാണ്ട് നമുക്കിതൊന്ന് നല്ല രീതിയിൽ വേവിച്ചെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതൊരു പാത്രത്തിൽ കുറച്ച് വെള്ളവും പിന്നെ അതിലോട്ടേക്ക് കുറച്ച് ഉപ്പും ഇട്ടിട്ടുണ്ട്. നമുക്ക് നമ്മുടെ മക്രോണി ഇട്ട് കൊടുക്കാം. അപ്പോൾ നല്ലോണം ഒന്ന് വെന്ത് വരണം. ആ ഒരു നേരം കൊണ്ട് നമുക്ക് നമ്മുടെ വെജിറ്റബിൾസൊക്കെ അരിഞ്ഞ് വെക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാ ഞാൻ എല്ലാം അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട്. നമ്മൾ ഉള്ളി അരിഞ്ഞു, പിന്നെ ക്യാപ്സിക്കം, പിന്നെ നമ്മുടെ ചപ്പ്, പിന്നെ നമ്മുടെ മുളക് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ചട്ടിയിലിട്ടൊന്ന് വാട്ടിയെടുക്കാം. അപ്പം ഞാൻ ചട്ടി വെച്ചിട്ടുണ്ട്. നമുക്കിത് ചൂടായുന്ന ആ ടൈമിൽ നമുക്കിതിലോട്ടേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ചട്ടി നല്ല രീതിക്ക് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിതിലോട്ടേക്ക് വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഓക്കെ, ഇത്രയും മതിയാവും. നമുക്കിതിലോട്ടേക്ക് നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം. ഓക്കെ, നമുക്ക് നല്ലോണം വഴറ്റിയെടുക്കാം. നമുക്കിതിലോട്ടേക്ക് കുറച്ച് ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ എന്താ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. നമുക്ക് നല്ലോണം ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നല്ല രീതിക്ക് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ പച്ചമുളക് ഇട്ട് കൊടുക്കാം. നമുക്ക് ഇതിലോട്ടേക്ക് നമ്മുടെ ചപ്പും കറിവേപ്പിൻ്റെലയും ഇട്ട് കൊടുക്കാം. നമുക്ക് ഈ കറിവേപ്പിൻ്റെല ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ചപ്പ് ഇട്ട് ഫ്രണ്ട്സ്, അപ്പം നമുക്ക് ഇനി ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം ഇത് ഇളക്കിയെടുക്കാം. നമുക്ക് നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. കുറച്ച് ഗരം മസാല പൊടി ഇട്ട് കൊടുക്കാം. നമുക്ക് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ മസാല മേക്ക് ചെയ്യുന്ന ആ ഒരു ടൈം കൊണ്ട് നമ്മുടെ മക്രോണി നല്ല രീതിക്ക് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ മസാലയിലോട്ടേക്ക് നമുക്ക് ഈ ഒരു മക്രോണി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നല്ലവണ്ണം ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് 3 മുട്ട ഈ മിക്സിയുടെ ഒരു ജാറിലോട്ടേക്ക് പൊട്ടിച്ചൊഴിക്കാം. 3 അല്ല 4 ആണ്. ഓക്കെ, 1 മുട്ട പൊട്ടി. അപ്പോൾ ഫ്രണ്ട്സ്, ഇത് ഞാൻ 4 മുട്ടയും പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. നമുക്ക് നല്ലോണം അടിച്ചിട്ട് വരാം. ഇതിൽ ബീറ്ററോ അങ്ങനെയുള്ള ഒരു ഇതിന് ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഒരു മിക്സിയുടെ ജാറിലിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമുക്കിത് നല്ല രീതിക്ക് തന്നെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഞാൻ ഇതാ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇത് ചൂടാകുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. അപ്പം നമുക്കിത് ചൂടാകുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ഫ്രണ്ട്സ് ഇത് ചൂടായി വന്നിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ നമ്മൾ മുട്ട നല്ല രീതിക്ക് തന്നെ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ മിക്സിയിൽ വെച്ച്. നമുക്ക് ഈ ഒരു മിക്സിലോട്ടേക്ക് നമ്മൾ മുട്ടയുടെ ഈ ഒരു മിക്സ് ഒഴിച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്ക് ഇതിലോട്ടേക്ക് 2 ടീസ്പൂൺ മൈദ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ ഒരു ചട്ടിലോട്ടേക്ക് നമ്മുടെ ഈ ഒരു മിക്സ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മുടെ കേക്ക് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇഷ്ടപ്പെട്ട എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ പ്രസ് ചെയ്താൽ ഞങ്ങൾക്ക് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ്. താങ്ക് യു.